CPM-ന് എല്ലാ കാലത്തും പറ്റുന്ന വലിയ അബദ്ധമാണ് ഈ വന്നൊട്ടികളെ എടുത്ത് തലയിൽ വയ്ക്കുന്ന ശീലം. അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് PV അൻവറിനെ എടുത്ത് തലയിൽ വെച്ചു അയാൾ തലയിൽ തൂറി മെഴുകി വെച്ചിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. ഇനി മറ്റു ചില ആളുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM-ൽ നിന്ന് എത്ര പേരെ വലിച്ച് കൊണ്ട് കോൺഗ്രസിലേക്ക് പോകാം, ആ വലിച്ചു കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ കുറെ വോട്ടുകൾ കൂടി ഒലിച്ചിങ്ങ് പോരും എന്ന് UDF ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സ്വാഭാവികമായും അവരങ്ങനെ ചെയ്യും. ഇടുക്കിയിൽ രാജേന്ദ്രനാണെങ്കിൽ, കൊല്ലത്ത് ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ നിന്നും അഞ്ചലിൽ നിന്ന് സുജ ചന്ദ്രബാബുവും ഒക്കെ നേരത്തെ ലീഗിലേക്കും കോൺഗ്രസിലേക്കും BJP-യിലേക്കും ഒക്കെ പോയി അവിടെ ഓരോ വിടവുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് വൈപ്പ്. ഇനിയിപ്പോ പോകാൻ കാത്തിരിക്കുന്നത് PK ശശിയും അതുപോലെ സുരേഷ് കുമാറുമാണ്. PK ശശിയെ കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയാം. ഇനി സുരേഷിനെ കുറിച്ചാണെങ്കിലും സുരേഷ് പാർട്ടി മെമ്പറാണ്. അതുപോലെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു. ഈ കാലയളവിൽ അദ്ദേഹം VS പോളിറ്റ് ബ്യൂറോക്ക് എഴുതിയ കത്ത് ചോർത്തി മാധ്യമങ്ങൾക്ക് കൊടുത്തു എന്ന ആരോപണം നേരിടുകയും അതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പേഴ്സണൽ അസിസ്റ്റന്റ് ജോലി നഷ്ടമാവുകയും ചെയ്തു. അങ്ങനെ 13 വർഷമായി പാർട്ടിക്ക് പുറത്തിരുന്ന് കാറ്റുകൊണ്ടിരിക്കുകയാണ് സുരേഷ് കുമാർ. എങ്കിലും പാർട്ടിക്കെതിരെ കാറ്റ് വീശുമ്പോൾ അവിടെയൊക്കെ പ്രതിരോധിക്കാൻ വേലി പോലെ ഇറങ്ങി ചാടുകയും ചെയ്യും സുരേഷ് കുമാർ. അത് നമുക്കറിയാം. സുരേഷ് കുമാർ നമ്മുടെ അടുത്ത സുഹൃത്തു കൂടിയാണ്. ഫേസ്ബുക്കിലൊക്കെ പാർട്ടി വിരുദ്ധമായി അദ്ദേഹം ഒന്നും എഴുതി കണ്ടിട്ടുമില്ല. അദ്ദേഹം തവണ അപ്പീലുകൾ നൽകി. MA ബേബിക്കും കത്തെഴുതി എന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷെ അതിനൊന്നും ഒരു നടപടിയും വന്നില്ല. അങ്ങനെ കടുത്ത അപമാന ഭാരം ചുമന്നുകൊണ്ട് നടന്ന സുരേഷ് കുമാറിനെ VD സതീശനും സംഘവും പോയി കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പൊതുയുഗയാത്രയിൽ പങ്കെടുക്കണം. ഞങ്ങൾ വലിയൊരു ഓഫറാണ് താങ്കൾക്ക് തരുന്നത്. അത് ഓഫർ മറ്റൊന്നുമല്ല, പാലക്കാട് കോൺഗ്രസിന്റെ UDF-ന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിങ്ങൾ മത്സരിക്കും. മലമ്പുഴയിലാണ് മത്സരിക്കുക. മലമ്പുഴയിലെ വോട്ട് നിങ്ങൾക്ക് നിങ്ങളോടുള്ള സഹതാപമുള്ള CPM-ന്റെ വോട്ട് മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കും. മലമ്പുഴയിലെ ഞങ്ങളുടെ വോട്ടും കൂടി ചേരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ജയിച്ചു വരും. ഈ വലിയ വാഗ്ദാനത്തിൽ സുരേഷ് കുമാർ പെട്ടു. അങ്ങനെ സുരേഷ് കുമാർ പാർട്ടിയിൽ നിന്ന് പോകുമെന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ചാനൽ നൽകിയ അഭിമുഖത്തിലൊക്കെ വലിയ വേദനയോടുകൂടിയാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുരേഷ് കുമാർ 1, PK ശശി 2. PK ശശിയുടെ ചരിത്രം ഒന്നും പറയുന്നില്ല, അതിന് ഈ അധ്യായം വേണ്ടി വരില്ല. വേറെ 2 അധ്യായം കൂടി ഞാൻ പറയേണ്ടി വരും. PK ശശി 2. PK ശശി പോകുമെന്നാണ് പറയുന്നത്. നടൻ പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ മാറ്റിയിട്ട് റസൂൽ പൂക്കുട്ടിയെ കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ ആ മാറ്റം അടപടലം 3G ആയിപ്പോയെന്ന് സർക്കാരിനും അറിയാം. റസൂൽ പൂക്കുട്ടിയെ കൊണ്ടിരുത്തിയിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രേംകുമാറിനെ മാറ്റിയത് ഒരു തിരിച്ചടിയുമായിരുന്നു. ഈ കഴിഞ്ഞ ഫെസ്റ്റിവലിലൊക്കെ അത് കണ്ടതുമാണ്. നടത്തിപ്പിലുള്ള വീഴ്ചകളെന്ന് പറയാൻ കഴിയില്ല, എങ്കിൽ പോലും ഒരു കോർഡിനേഷന്റെ കുറവ് ഉണ്ടായിരുന്നു എന്നത് സ്പഷ്ടമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രേംകുമാർ CPM-ൽ വിട്ട്, അല്ലെങ്കിൽ CPM ലോയൽറ്റി വിട്ടിട്ട് കോൺഗ്രസിലേക്ക് പോകുമോ എന്നാണ് വലിയ ചർച്ച ഇപ്പോൾ തിരുവനന്തപുരത്ത്. ജോയി പറയുന്നത്, അതായത് ജില്ലാ സെക്രട്ടറി പറയുന്നത് പോവുകയില്ല, വിളിച്ച് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യം അറിഞ്ഞ ഉടനെ പ്രേംകുമാറിന്റെ വീട്ടിൽ പോയി. അന്നിപ്പോൾ പ്രേംകുമാർ സ്ഥലത്തുണ്ടായിരുന്നില്ല, അങ്ങനെ കൂടിക്കാഴ്ച നടന്നില്ല. പ്രേംകുമാർ പറയുന്നത് ആശാസമരത്തിന് അദ്ദേഹം അനുകൂലമായ നിലപാടെടുത്തു, അതുകൊണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റി എന്നാണ്. ആശാസമരത്തെ ആരും അത്രമാത്രം വില കൽപ്പിച്ചിരുന്നില്ല എന്ന പരമാർത്ഥം പ്രേംകുമാർ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. ആശമാർക്ക് ആദ്യം തന്നെ അവർ സമരം തുടങ്ങിയ ആദ്യ നാളുകളിൽ വിളിച്ച ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു, സർക്കാർ 3000 രൂപ കൂട്ടിത്തരാം, നിങ്ങൾ സമരം പിൻവലിക്കൂ എന്ന് പറഞ്ഞിരുന്നു. കേന്ദ്രം കനിയട്ടെ, കേന്ദ്രത്തിന്റെ പദ്ധതിയാണത്, കേന്ദ്ര സർക്കാർ നിങ്ങളുടെ ഇൻക്രിമെന്റ് ഒക്കെ കൂട്ടിത്തരട്ടെ ആ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓണറേറിയം കൂട്ടിത്തരട്ടെ ആ സമയത്ത് നിങ്ങളുടെ ശമ്പളമൊക്കെ വർദ്ധിപ്പിക്കാം എന്ന് സർക്കാർ വാഗ്ദാനം കൊടുത്തു. നമുക്ക് ഒരുമിച്ച് കേന്ദ്ര സർക്കാരിലേക്ക് സമരം ചെയ്യാമെന്ന് പറഞ്ഞു. അന്നൊന്നും അവർ കേട്ടില്ല. വലിയ വായിൽ മിനി പറയുന്നത്, SUC മിനി പറയുന്നത് കേട്ട് അവിടെ അടയിരിക്കുന്ന പോലെ അടയിരുന്നു. ആ സമയത്താണ് പ്രേംകുമാറിന്റെ സംഭാഷണം. ഇപ്പോഴും പ്രേംകുമാർ പറയുന്നു, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇങ്ങനെയുള്ള സമരങ്ങൾ വരുന്നത് തനിക്ക് സങ്കടകരമാണെന്ന്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ആശമാർക്ക് എന്നിട്ട് 1000 രൂപ അല്ലാതെ കൂട്ടിക്കൊടുത്തു. പിന്നെ ഇലക്ഷന് മുമ്പ് കൂട്ടി, പിന്നെ ബജറ്റിനകത്തും 1000 രൂപ കൂട്ടി, 2000 രൂപ കൂട്ടിക്കൊടുത്തു. അവിടെ സമരം അന്ന് അവസാനിപ്പിച്ചത് 3000 രൂപ കിട്ടിയത്, ഇപ്പോൾ 2000 രൂപയെ കിട്ടിയുള്ളൂ. കേന്ദ്രം ഒട്ട് കനിഞ്ഞതുമില്ല. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് പ്രേംകുമാർ പറഞ്ഞതിനെ അതിനെ ആ വിലയിൽ മാത്രമേ കാണുന്നുള്ളൂ, അല്ലാതെ പ്രേംകുമാർ അത് പറഞ്ഞത് കൊണ്ടാണ് മാറ്റിയതെന്നല്ല. പക്ഷെ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ പെട്ടെന്ന് റസൂൽ പൂക്കുട്ടിയെ ചെയർമാനാക്കി കൊണ്ടുവരുന്നു, പ്രേംകുമാറിനെ ഒഴിവാക്കുന്നു. അതൊരു വലിയ വീഴ്ചയാണ് സർക്കാരിന്റെ, പ്രത്യേകിച്ച് സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ പ്രേംകുമാർ വിട്ടുപോകുമോ എന്നത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു പറ്റുന്നത് 3 തരത്തിലാണ് പാർട്ടിയിലേക്ക് ആളുകൾ വരുന്നത്. 1, ആദർശത്തിന്റെ ഭാഗമായി. 2, എന്തെങ്കിലും ആവശ്യങ്ങൾ പ്രമാണിച്ച്.
പരിഗണിച്ചു. മറ്റൊന്ന് ഇതുപോലെ എന്താണ് ആവേശത്തിന്റെ ഭാഗമായി വന്നു ചേരുന്നത്. ആവേശത്തിന്റെ ഭാഗമായി വന്നു ചേർന്നവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആവേശം ചോർന്ന് പാർട്ടി വിട്ടുപോകും. പിന്നെ ആവശ്യങ്ങളുടെ കാര്യവും പരിഗണിച്ച് വരുന്ന ആളുകൾ ആവശ്യം നേടിക്കഴിയുമ്പോൾ പോകും, അല്ലെങ്കിൽ ആവശ്യം നേടാൻ സാധിക്കാതെ വരുമ്പോൾ പാർട്ടിയെ തള്ളി പറഞ്ഞു പോകും. പിന്നെ ആദർശത്തിന്റെ പേരിൽ വരുന്ന കുറെ ആളുകളുണ്ട്. ജനിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റായി ജനിക്കുന്ന പ്രതിഭാശാലികളായ മനുഷ്യർ. അവരിങ്ങനെ നാടൊട്ടുക്ക് പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കാനും അടികൊള്ളാനും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. എന്താണ് ചുമരെഴുതാനും മുദ്രാവാക്യം വിളിക്കാനും അവരുണ്ടാകും. അവരെ പാർട്ടി നേതൃത്വം കണ്ട ഭാവം നടിക്കുകയും അവരെ തഴയുകയും അവരെ തഴഞ്ഞ് അവരുടെ മുകളിൽ ചെങ്കോൽ പിടിച്ച് അല്ലെങ്കിൽ അധികാരത്തിലേറുന്ന ചെങ്കോൽ പിടിച്ച് അധികാരത്തിലെത്തുന്ന ആളുകൾ പോലും അവരെ തള്ളിപ്പറയുകയും ആദർശത്തിന്റെ പേരിൽ പാർട്ടിയിൽ ചേർന്ന ആളുകളെ എന്താണ് ഒരു 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 പുല്ലിന്റെ വില പോലും കൽപ്പിക്കാതെ വരികയും ചെയ്യും. അത് പാർട്ടിക്ക് തലവേദനയാണ്. പാർട്ടി അത് മാറി ചിന്തിക്കണം. പാർട്ടി ചിന്തിച്ചിട്ട് പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആളുകളെയാണ് ഒപ്പം കൂട്ടേണ്ടത്. അല്ലാതെ പാർട്ടിയെ വോട്ട് കൊടുക്കുന്ന ഇപ്പോ തിരുവല്ലം പാസിംഗ് എഴുതുമ്പോൾ RS ബാബുവിനെ പോലുള്ള ആളുകളെ വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തിയിരുത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് പാർട്ടി ഒരിക്കൽ കൂടി പുനഃപരിശോധിക്കണം. പണ്ടെപ്പോഴും സമരം ചെയ്തിട്ടുണ്ട്, വിദ്യാർത്ഥി സമരത്തിൽ പങ്കാളിയായിട്ടുണ്ട്. MA ബേബിയുടെ കൂട്ടുകാരനായതുകൊണ്ട് മാത്രം 10 വർഷം മീഡിയ അക്കാദമിയുടെ ചെയർമാനാക്കിയ ഒരാളെ ഇരുത്തിയതുകൊണ്ട് കാര്യമില്ലല്ലോ. അയാൾ പാർട്ടി വിരുദ്ധന്മാർക്ക് അവാർഡ് കൊടുത്ത് നടക്കുന്നത് പാർട്ടി കണ്ടില്ല എന്ന് നടിക്കുന്നതും തെറ്റ് തന്നെയാണ്. ഇങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആവേശത്തിന്റെ പേരിലും പാർട്ടിയിലേക്ക് എത്തുന്ന ആളുകളെ പാർട്ടി ഒന്ന് കണ്ടറിഞ്ഞ് പരിഗണിക്കണം. ആദർശത്തിന്റെ പേരിൽ വരുന്നവരെ അവരെ വേണം കൂടുതൽ, ഒന്നാമത്തെ പരിഗണന അവർക്ക് വേണം നൽകാനുള്ള സന്ദേശമാണ് ഈ കൊഴിഞ്ഞുപോക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് പറയുകയാണ്.